ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി 17 ഓസ്ട്രേലിയൻ ബ്ലഡ് ഡോണറായ ജെയിംസ് ആരിസൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജെയിംസിൻ്റെ ജീവിതം ആഘോഷിക്കപ്പെടേണ്ട ഒരു ജീവിതമാണ്. കുഞ്ഞുനാളിൽ ഈ മനുഷ്യന് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന സൂചി പോലും പേടിയായിരുന്നു. 14 വയസ്സിലൊരു മേജർ ചെസ്റ്റ് സർജറി നടന്നപ്പോൾ ഒരുപാട് സർജറിയിലൂടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഈ മനുഷ്യന് കടന്നു പോകേണ്ടി വന്നു. കുറേ പേര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താണ് ഈ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തിയത്. അത് ഈ മനുഷ്യൻ്റെ ജീവനെ മാറ്റിമറിക്കുകയാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഇനി മുതൽ താൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ 18 വയസ്സ് മുതൽ 81 വയസ്സ് വരെ ജെയിംസ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. 1173 തവണ. വേൾഡ് റെക്കോർഡാണ്. മാൻ വിത്ത് ദ ഗോൾഡൻ ആം എന്നാണ് ഈ മനുഷ്യൻ അറിയപ്പെടുന്നത്. ഈ മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ പ്ലാസ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ആൻറ്റി ഡി ഉണ്ട്. അത് വളരെ റെയറായിട്ട് കാണുന്ന ഒന്നാണ്. ഗർഭിണികളുടെ രക്തം RH നെഗറ്റീവും വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ രക്തം RH പോസിറ്റീവുമാവുമ്പോൾ അത് കുഞ്ഞിൻ്റെ ജീവനെ അപകടത്തിലാക്കും. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പ്ലാസ്മയിൽ നിന്നും ആൻറ്റി ഡി എടുത്ത് മരുന്ന് ഉൽപ്പാദിപ്പിച്ചു കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ ജെയിംസിൻ്റെ ആൻറ്റി ഡി പ്ലാസ്മയിൽ നിന്നും കണ്ടെടുത്ത മരുന്ന് രക്ഷപ്പെടുത്തിയത് 24 ലക്ഷം കുട്ടികളെയാണ്. പല പത്രങ്ങളും ജെയിംസിനെ കുറിച്ച് എഴുതിയത് 24 ലക്ഷം കുട്ടികളുടെ രക്ഷകനെന്നാണ്. അക്ഷരാർത്ഥത്തിൽ ബ്ലഡ് കൊടുത്ത് ജീവൻ രക്ഷപ്പെടുത്തിയതാണ് ഈ മനുഷ്യൻ. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനത് കണ്ടെത്തുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം, മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന എന്ത് സാക്രിഫൈസാണ് നമ്മളൊക്കെ ചെയ്യുന്നത്.